സിപിഎം തിരുവനന്തപുരം മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. വിഷയം ചർച്ച ചെയ്യാൻ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. മധു മുല്ലശ്ശേരി ബിജെപിയിൽ ചേർന്നേക്കുമെന്നാണ് സൂചന. വി അരുൺ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അരുൺ, എന്തായാലും ഈ സമ്മേളന കാലത്ത് നാടുനീളെ ഓടി നടന്ന് പാർട്ടിയിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ഒരു ഗതികേടിലാണ് സംസ്ഥാന സെക്രട്ടറി എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും അദ്ദേഹം പറയുന്നു എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഇപ്പോഴിതാ ഈ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കടുത്ത നടപടിയിലേക്ക് കടക്കുന്നെന്ന സൂചനയാണോ? എന്താണ് വിശദാംശങ്ങൾ? ഏരിയ സമ്മേളനങ്ങൾ ഏതാണ്ട് പകുതിയിലേറെ പിന്നിടുമ്പോൾ സിപിഎമ്മിൽ വിഭാഗീയ പ്രശ്നങ്ങൾ, അത് പ്രാദേശിക വിഭാഗീയ നേതാക്കൾ പറയുന്നു ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. പക്ഷേ പലപ്പോഴും അത് തെരുവിലാണ് പ്രശ്നങ്ങൾ അവസാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സമ്മേളനത്തിനിടെയാണ് സിപിഎമ്മിൽ സാധാരണ ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു നീക്കങ്ങൾ ഏരിയ സെക്രട്ടറി ഭാഗത്തിന് മുൻ ഏരിയ സെക്രട്ടറി ഭാഗത്തിന് ഉണ്ടായത്. അദ്ദേഹം ആദ്യം ജില്ലാ സെക്രട്ടറിയുമായി തർക്കത്തിൽ തുടർന്ന് സമ്മേളന വേദിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് തിരികെ സമ്മേളന വേദിയിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും പുതിയ പാനൽ വയ്ക്കുമ്പോൾ തന്നെ ഒഴിവാക്കിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്രട്ടറി സ്ഥാനത്ത് 2 തവണ അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു. 3-ാം ടൈം കൊടുക്കണ്ട എന്ന നേതൃത്വം തീരുമാനിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും സമ്മേളനം ഹാൾ വിട്ടിറങ്ങി പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ജില്ലാ സെക്രട്ടറി വിഭാഗീയത വളർത്തുന്നുവെന്നാണ് മുല്ലശ്ശേരി മധുവിന്റെ ആരോപണം. മാത്രമല്ല താൻ പാർട്ടി വിടുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. രൂക്ഷമായ വിമർശനമാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. സിപിഎമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് ഒരു കാരണവശാലും അംഗീകരിക്കാത്ത നീക്കങ്ങൾ മധുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത് ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് നീക്കം. ജില്ലാ സെക്രട്ടറിയുടെ ഏരിയയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്നതുകൂടി അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ജില്ലാ സെക്രട്ടറിയും മറ്റു നേതാക്കളും സംസ്ഥാന സമിതി അംഗങ്ങളായ എം വിജയകുമാറും വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വവുമായി ഇതിനിടെ ജില്ലാ നേതൃത്വം ചർച്ച നടത്തിയെന്നാണ് അറിയുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷേ മുല്ലശ്ശേരി മധുവിനെ സിപിഎമ്മിൽ നിന്ന് പുറത്തായിക്കൊണ്ടുള്ള തീരുമാനം വന്നേക്കും. അദ്ദേഹത്തിന് പാർട്ടി വിടുമെന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ജില്ലാ സെക്രട്ടറി യോഗം അവസാനിച്ചു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. സമയത്തിനകം ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായേക്കും. മുല്ലശ്ശേരി മധുവിനെ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത്തരത്തിൽ ഏരിയ സമ്മേളനത്തിന് പുറത്തു പോവുകയും രൂക്ഷ വിമർശനം നേതൃത്വത്തിന് ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മറ്റു വഴികൾ സിപിഎമ്മിന് മുന്നില്ല. അതേസമയം മധുവും തുടർ നീക്കങ്ങൾ സജീവമാക്കുകയാണ്. ബിജെപി നേതൃത്വവുമായി മധു ചർച്ച നടത്തി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും അരുൺ, ഇവിടെ നോക്കൂ, ഈ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കവും ഒക്കെയാണ് ഇപ്പോൾ സിപിഎമ്മിനെ നാണക്കേടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴിതാ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുകയാണത് അവസാനിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും ഈ പ്രതിസന്ധി അത് എങ്ങനെ മറികടക്കുമെന്നുള്ളതൊക്കെ ഇപ്പോൾ നേതൃത്വം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഈ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിൽ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും മുല്ലശ്ശേരി മധുവിനെ പാർട്ടി നിന്ന് പുറത്താക്കാൻ തന്നെയാകും സിപിഎമ്മിന്റെ തീരുമാനം. മറ്റു വഴികൾ ഈ വിഷയത്തിലില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട. കാരണം ഇത്തരത്തിൽ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു. അല്പസമയത്തിനകം സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് മാധ്യമങ്ങളെ കാണും. തീരുമാനം വന്നിരിക്കുന്നു. മുല്ലശ്ശേരി മധുവിനെ പുറത്താക്കിയെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. ആ രീതിയിലാകും തീരുമാനം. അല്പസമയത്തിനകം ജില്ലാ സെക്രട്ടറി അത് പ്രഖ്യാപിക്കും. വാർത്താ സമ്മേളനം ജില്ലാ സെക്രട്ടറി വി ജോയ് ഇവിടെയുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തും. സിപിഎമ്മിന് മുന്നിൽ മറ്റു വഴികളില്ല ഇത്തരം വിഷയങ്ങൾ. കാരണം പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് സമ്മേളന ഹാളിൽ നിന്ന് പുറത്തു പോവുക, അപ്പോൾ പുറത്താക്കാത്ത മറ്റു വഴികളില്ല എന്ന് തന്നെയാണ് നേതാക്കളുടെ ഭാഗത്ത് മനസ്സിലാകുന്നത്. ഏതായാലും ജില്ലാ സെക്രട്ടറി ആ തീരുമാനം ഉടൻ പ്രഖ്യാപിച്ചേക്കും. മുല്ലശ്ശേരി മധു ഇന്നലെ തന്നെ പാർട്ടി വിടുമെന്ന പ്രഖ്യാപനം നടത്തിയ സാധാരണമായ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും അല്പസമയത്തിനകം ആ തീരുമാനം പ്രഖ്യാപിക്കും. ജില്ലാ സെക്രട്ടറി വി ജോയ് അടക്കമുള്ള നേതാക്കൾ, എം വിജയകുമാർ നേതാക്കൾ സെക്രട്ടറി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. കടകംപള്ളി സുരേന്ദ്രനും മറ്റു മുതിർന്ന നേതാക്കൾ മറ്റുള്ളവരും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അല്പസമയത്തിനകം ആ തീരുമാനം പ്രഖ്യാപിക്കും. മുല്ലശ്ശേരി മധുവിന്റെ തുടർ നീക്കങ്ങളും വളരെ നിർണായകമാണ്. അദ്ദേഹം ബിജെപിയിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഏത് തരത്തിലാകും ജില്ലാ നേതൃത്വം ഇത്തരം പ്രതിസന്ധികൾ മറികടക്കുക? കാരണം ജില്ലാ സമ്മേളനങ്ങൾ അടുത്തു വരുന്നു. ഏരിയ സമ്മേളനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരസ്യ വെല്ലുവിളി നേതൃത്വത്തിനെതിരെ ഒരു ഏരിയ സെക്രട്ടറിയെ പോലുള്ള മുതിർന്ന നേതാവ് തന്നെ ഉയർത്തുക എന്നത് സിപിഎമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് വളരെ അപൂർവമാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി വി ജോയ് മാധ്യമങ്ങളെ കാണുകയാണ്. ഭവ്യ. വലിയ പ്രശ്നങ്ങളാണ് ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറി ഇറങ്ങിപ്പോകുന്ന അസാധാരണമായ സംഭവമാണ്. എങ്ങനെയാണ് പാർട്ടി? തിരുവനന്തപുരം ജില്ലയില്
19 ഏരിയ കമ്മിറ്റികളാണ് ഉള്ളത്. അതിലെ 17 സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. ഇന്നും നാളെയുമായിട്ട് 2 സമ്മേളനങ്ങൾ കൂടി കഴിയുമ്പോൾ ജില്ലയിലെ എല്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിക്കുകയാണ്. നടന്ന 17 സമ്മേളനങ്ങളിൽ മംഗലപുരം സമ്മേളനത്തിലാണ് ഇത്തരമൊരു വാർത്ത വന്നിട്ടുള്ളത്. മംഗലപുരം സമ്മേളനം വളരെ സമാധാനപരമായിട്ട് പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. മംഗലപുരം സമ്മേളനം കഴിഞ്ഞ് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിന്നീട് ഇറങ്ങിപ്പോയി എന്നും പാർട്ടിക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ യഥാർത്ഥത്തിൽ ആ കമ്മിറ്റിയുടെ പാനൽ വച്ചത് മധുവാണ്, പഴയ സെക്രട്ടറിയാണ്. ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പാനൽ വെച്ചത് മധുവാണ്. ഇത് രണ്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയാകട്ടെ ഒന്നുകിൽ യുനാനിമസ് ആയിട്ട് സെക്രട്ടറിയെ കമ്മിറ്റി തിരഞ്ഞെടുക്കും, ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മറ്റൊരു അഭിപ്രായം കൂടി വന്നാൽ അതിന് ഏതാണ് മുൻതൂക്കം എന്നുള്ളത് പരിശോധിക്കും. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. അവിടെ ഒരു പേര് കൂടി വന്നു സെക്രട്ടറി ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അതിനകത്ത് പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോഴും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആള് സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു അപവാദ പ്രചരണം നടത്തേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾക്കത് നിഷേധിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് പാർട്ടി കമ്മിറ്റി ആലോചിക്കുക. ഇത്തരം ചില സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വാനാവൂരിന്റെ കൂടി സാന്നിധ്യത്തിൽ ഞങ്ങൾ യോഗം ചേർന്ന് പത്രക്കാരെ കാണാനും അവിടെ ഇന്നലെ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുവാനുമാണ് തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും. മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഉപരി കമ്മിറ്റിയുമായിട്ടെല്ലാം ആലോചിച്ച് അത് യഥാസമയത്ത് അറിയിക്കും. അദ്ദേഹം പാർട്ടി വിടുകയാണെന്നാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്കെതിരെ പാർട്ടി എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യാൻ? സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശരിയായ നിലപാട് തന്നെയായിരിക്കും പാർട്ടി സ്വീകരിക്കുക. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങളെത്തുമ്പോൾ പാർട്ടി സ്റ്റേറ്റ് നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ കഴിച്ചിട്ട് ഞങ്ങളുടെ തീരുമാനത്തിലേക്ക് ഞങ്ങൾ അറിയിക്കും. താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ട് ഒട്ടേറെ ആരോപണങ്ങൾ പുള്ളിയിട്ട് താങ്കൾ മത്സരിച്ചത് തോക്കാൻ വേണ്ടിയാണ്, പണപ്പിരിവിന് വേണ്ടിയാണ് താങ്കൾ മത്സരിച്ചത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്. എന്താണ് അതിനുള്ള മറുപടി? അതൊന്നും മറുപടി അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റേ അല്ല. അതിനൊന്നും മറുപടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ് ജോയിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയത്. ജോയ് ആ ദിവസങ്ങളിൽ 1-2 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവുക. തെരഞ്ഞെടുപ്പ് പരാജയം വരുമ്പോഴത്തേക്ക് സങ്കടപ്പെട്ട് വീട്ടിനകത്ത് കുത്തിയിരിക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയല്ല. ജയപരാജയങ്ങൾ ഞങ്ങൾ ഒരേ രൂപത്തിലാണ് കാണുന്നത്. ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2685 ബ്രാഞ്ചുകളുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ. 2685 ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയ ജില്ലയാണ്. ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 165 ലോക്കലുകളുണ്ട്, 185 ലോക്കലുകളുണ്ട്. ആ ലോക്കൽ സമ്മേളനങ്ങളിൽ ആകെ 1-2 സമ്മേളനങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അതെല്ലാം സ്വാഭാവികമാണ്. ഇവിടെ 19 ഏരിയ ഉണ്ട്.
അത് 17 ഏരിയ സമ്മേളനങ്ങളും നല്ല നിലയിൽ ഇന്നലെ മംഗലപുരം ലോക്കൽ ഏരിയ സമ്മേളനം നല്ല നിലയിലാണ് പൂർത്തീകരിച്ചത്. അവിടെ ഉദ്ഘാടനമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് ചർച്ച നടത്തിയതിന് ശേഷം പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പഴയ കമ്മിറ്റി ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനൽ ഏരിയ സെക്രട്ടറി അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ വേണ്ടി കൂടിയപ്പോൾ 2 പേരുകൾ വന്നു. അത് സ്വാഭാവികമാണ്. 2 or 3 പേരുകൾ വരാം. അങ്ങനെ പേര് വന്നാൽ ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറിയായിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ നമ്മൾ കാണിച്ചത്. അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായിപ്പോയി ഈ മധു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. 2 ടൈം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളാണ്. ഇത്രയ്ക്കും കരുത്തില്ലാത്ത, സംഘടനാപരമായി രാഷ്ട്രീയ കരുത്തില്ലാത്ത ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള പോരായ്മ ഞങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ്. അതെ, ഇപ്പൊ ബി ജോയ് സെക്രട്ടറി ആയ കാലഘട്ടത്താണല്ലോ ഇപ്പൊ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതൊന്നും ഇപ്പൊ റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം റിവീൽ ചെയ്യേണ്ട സമയത്ത് റിവീൽ ചെയ്യാം. ഓക്കെ, ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റുകയില്ല. ഏരിയ അതെ ഞങ്ങൾക്ക് ലേശം ക്ഷീണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആര് പോയാലും ഒരാൾ പോലും മധുവിന്റെ കൂടെ മധു അല്ല, ഒരാൾ പോലും ഉണ്ടാവില്ല. ഒരു സംശയം. അയാളുടെ മകൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ആ കൊച്ചൻ പോലും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോയില്ല. ഞങ്ങൾ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മള് അയാളുടെ പ്രശ്നം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന എന്തിനനുനയിപ്പിക്കണം മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ സംഘടനാപരമായി തീരുമാനിക്കുക, അത്രയേ ഉള്ളൂ. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ, ഒന്നും കാര്യമൊക്കെ. വി ജോയി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലെ CPM ജില്ലാ സെക്രട്ടറി വി ജോയി MLA-ക്കെതിരെ തന്നെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുൻ ഏരിയ സെക്രട്ടറി അംഗം മധു മുല്ലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇന്നലെ ഇറങ്ങിപ്പോയത്. തുടർന്നായിരുന്നു സമ്മേളനം അലങ്കോലമാവുകയും അതിനുശേഷമാണ് ഇന്നിതാ അദ്ദേഹത്തെ മധുവിനെ പുറത്താക്കുന്നു എന്നുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആ പ്രഖ്യാപനമാണ് ഔദ്യോഗികമായി ഇപ്പോൾ വി ജോയി നടത്തിയത്. ആർക്കും ഏതു പാർട്ടിയിലേക്കും പോകാം, ആരെയും തടയില്ല എന്നാണ് പറയുന്നത്. മധു പോയാൽ മധുവിനൊപ്പം മറ്റാരും പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് പോവുകയില്ല എന്നും കൂടി അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വി അരുൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തായാലും ഈ സമ്മേളനകാലത്ത് CPM-ന് തലവേദനയായി വിഭാഗീയ നീക്കങ്ങളും നേതാക്കളുടെ തമ്മിലടിയും ഒക്കെ മാറുന്ന സാഹചര്യമാണ്. ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മറുപടി കൂടിയായിരിക്കാം ഒരു പക്ഷേ ഈ കടുത്ത നടപടിയിലേക്ക് മധു മുല്ലശ്ശേരിയെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തിയത് എന്ന് മനസ്സിലാക്കണമോ? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും CPM-ന്റെ സംഘടനാരീതി അനുസരിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നീക്കമാണ് ഇന്നലെ മധുവിന്റെ ഭാഗത്തുണ്ടായത്. കാരണം ഏരിയ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട ഏരിയ സെക്രട്ടറി, സമ്മേളനം നിയന്ത്രിക്കേണ്ട ആൾ കൂടിയാണ്. അത്തരമൊരാൾ സമ്മേളനത്തിലെ പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുമ്പോൾ സമ്മേളന ഹാളിൽ ഇറങ്ങിപ്പോവുക, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു കാരണവശാലും CPM-ന്റെ സംഘടനാരീതി അനുസരിച്ച് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അത്തരം നടപടിയിലേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനം മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ്. പക്ഷേ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി വേണം നടപ്പാക്കാൻ. സംസ്ഥാന നേതൃത്വം, ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാകും പ്രഖ്യാപനമുണ്ടാകുക. ഒരു കാര്യം ഉറപ്പാണ്, മധു മുല്ലശ്ശേരിയെ CPM പുറത്താക്കും. ഒരുപക്ഷെ അദ്ദേഹം അതിനു മുമ്പ് പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട്. BJP നേതാക്കളുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് മധു മുല്ലശ്ശേരി എന്നും CPM നേതൃത്വം പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികൾ പാർട്ടിക്ക് മുമ്പാകെ വന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മധുവിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാൻ CPM ആലോചിച്ചത്. സ്വാഭാവികമായും സമ്മേളനത്തിൽ പാനലുകൾ അവതരിപ്പിക്കപ്പെടും. ആദ്യം ഒരാളുടെ പേർ ആദ്യം പുതിയ സെക്രട്ടറി ജലീലിന്റെ പേര് ഒരാൾ നിർദ്ദേശിക്കുന്നു, മറ്റൊരാൾ
പിന്താങ്ങുന്നു. അതിന് തൊട്ട് പിന്നാലെ മധുവിന്റെ പേരും നിർദ്ദേശിക്കപ്പെടുന്നു. അപ്പോഴാണ് എങ്ങനെയെങ്കിലും വോട്ടെടുപ്പിലേക്ക് പോകാമെന്ന തീരുമാനം പ്രസിഡിയം കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടക്കുകയും അവിടെ 18 പേർ ജില്ലയിലെ പിന്തുണയ്ക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് വീണ്ടും മധു ഇറങ്ങിപ്പോയതാണ് CPM-ന്റെ വിശദീകരണം. ഏതായാലും മധു മുല്ലശ്ശേരിയെ പുറത്താക്കാനുള്ള സംസ്ഥാന സെക്രട്ടറി തീരുമാനം ജില്ലാ സെക്രട്ടറി തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷമാകും മധുവിനെ പുറത്താക്കാനുള്ള CPM-ന്റെ ഔദ്യോഗിക തീരുമാനമുണ്ടാവുക. ഭവ്യ, തീർച്ചയായും അരുൺ, പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കൊല്ലത്തും ഇപ്പോഴിതാ തിരുവനന്തപുരത്തും കടുത്ത വിഭാഗീയതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ പ്രതിസന്ധിയിലേക്കാണോ പാർട്ടി പോകുന്നത്? എളുപ്പമാണോ പ്രശ്നപരിഹാരം? വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം നേരത്തെയൊക്കെ CPM വിഭാഗീയ എന്ന് പറയുമ്പോൾ രണ്ട് ആശയങ്ങൾ തമ്മിൽ, രണ്ട് ശാക്തിക ചേരികൾ തമ്മിലുള്ള ഒരു ആശയ സമരത്തിന്റെ ഭാഗമായി കൂടിയുള്ള വിഭാഗീയതയാണ്. അത് VS പിണറായി പോരിന്റെ കാലം വരെ അങ്ങനെയാണ് CPM-നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്നത് അത്തരം വിഷയങ്ങളല്ല, വ്യക്തി കേന്ദ്രീകൃതമായ പ്രശ്നങ്ങളാണ്. നേതാക്കൾക്കെതിരെ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള പരസ്പര തർക്കങ്ങളും വെല്ലുവിളികളുമാണ് തെരുവിലേക്ക് വരെ എത്തുന്നത്. തിരുവല്ലയിലും അതുപോലെ കരുനാഗപ്പള്ളിയിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും ഒക്കെ ഉണ്ടായത് അത്തരം സംഭവങ്ങൾ. അതാണ് നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നത്. ഒരു സംഘടിതമായ സംസ്ഥാന വ്യാപകമായുള്ള വിഭാഗീയത ഇതിനെ കാണാനാകില്ലെങ്കിൽ പോലും പലയിടത്തും ഇത്തരം പ്രശ്നങ്ങൾ സമ്മേളന കാലയളവിൽ പൊട്ടിപ്പുറപ്പെടുന്നത് CPM-ന് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും പാർട്ടിയിലെ അപജയങ്ങൾക്കെതിരെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി ശരീരത്തിലെ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കാനിറങ്ങിയ സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പോൾ നാടുനീളെ ഓടി നടന്ന് ഈ ഇത്തരം വിഭാഗീയ പ്രശ്നങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ തെരുവിലേക്ക് എത്തുമ്പോൾ അത് പരിഹരിക്കേണ്ട ഒരു വലിയൊരു ഗതികേടിലേക്ക് CPM-ന്റെ സംസ്ഥാന നേതൃത്വവും പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള ഏരിയ സമ്മേളനങ്ങൾ ഏതാണ്ട് 60-70% കഴിഞ്ഞിരിക്കുന്നു, അവസാനത്തോട് അടുക്കുന്നു. ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നു. ഈ ഒരു പ്രവണത തുറന്നു പോയാൽ ജില്ലാ സമ്മേളനങ്ങളിൽ പോലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ CPM-ന് വലിയ തിരിച്ചടിയാകും. കാരണം സംഘടനാ വിഷയങ്ങൾ പരിഹരിച്ചു വേണം മാസങ്ങൾക്കപ്പുറമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് CPM-ന് പോകാൻ. പ്രാദേശിക വിഷയങ്ങൾ, പ്രാദേശിക നേതാക്കളുടെ അതിർത്തിയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് CPM നടത്തുന്നത്. പക്ഷെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അത്രയധികം ആഭ്യന്തര പ്രശ്നങ്ങൾ പല ജില്ലകളിലുമുണ്ട്. അത് ഏതെങ്കിലും ഒരു ജില്ലയിലോ ഏതെങ്കിലും പ്രദേശത്തോ ആണെങ്കിൽ സ്വാഭാവികമായും ആ രീതിയിൽ വളരെ എളുപ്പം പരിഹരിച്ചു പോകാം. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് പല ജില്ലകളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു. അത് പാലക്കാട് സമാന്തരമായ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അവർ ഓഫീസ് തുടങ്ങുന്നു. ഈ EMS-ന്റെ പേരിൽ ഒരു ഓഫീസ് തുടങ്ങി പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. കരുനാഗപ്പള്ളി തെരുവിൽ പ്രകടനം, ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം വരുന്നു. ഏരിയ കമ്മിറ്റി തന്നെ സമ്മേളന കാലയളവിൽ തിരിച്ചുവിടേണ്ട അസാധാരണമായ സാഹചര്യത്തിലേക്ക് CPM എത്തുന്നു. അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകുന്നു. ആലപ്പുഴയിൽ നേരത്തെ പാർട്ടിയുമായി തെറ്റിയ ആളാണെങ്കിൽ പോലും ഏരിയ കമ്മിറ്റി അംഗം, ജില്ലാ പഞ്ചായത്ത് അംഗം BJP-യിലേക്ക് പോകുന്നു. ഈ സ്വാഭാവികമായ ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഇങ്ങനെ നേരത്തെയൊക്കെ അസംതൃപ്തർ പാർട്ടിയുമായി ഇടയുന്നവരൊക്കെ പുറത്തു പോയാൽ ദീർഘനാൾ വെറുതെ നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ പോകുന്നവരെ എതിരാളികൾ വലവീശി പിടിക്കുന്നു. അവർ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവരുമായി സന്ധി ചർച്ചയ്ക്ക് BJP-യും കോൺഗ്രസും ഒക്കെ തയ്യാറെടുക്കുന്നു. എങ്ങനെയാണോ മറ്റു പാർട്ടികളുടെ അസംതൃപ്തരോട് CPM ഇടപെടുന്നത്, അതേ രീതിയിൽ മറ്റുള്ളവരും പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാർട്ടിയുമായി കലഹിച്ച് തർക്കിച്ച് പുറത്തു വരുന്നവർക്ക് പുറത്ത് സ്വീകരണം വലിയ രീതിയിൽ ലഭിക്കുന്നുണ്ടോ, അതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. സ്വാഭാവികം. മധു മുല്ലശ്ശേരി ഇപ്പോൾ BJP നേതാക്കളുമായി ചർച്ച നടത്തുന്നു. BJP-യിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മധുവും താൻ പാർട്ടി വിടുന്നത് വ്യക്തമായി കഴിഞ്ഞു. ഇത്തരത്തിൽ പാർട്ടി വിട്ട് പുറത്തു പോകുന്നവരെ സ്വീകരിക്കാൻ എതിരാളികൾ തയ്യാറ് നിൽക്കുമ്പോൾ അത് പുറത്തു പോകുന്നവർ കൂടുതൽ ഊർജ്ജം നൽകും, കൂടുതൽ ധൈര്യം നൽകും. അതാണ് CPM-നെ ഇപ്പോൾ കുഴയ്ക്കുന്നത്. എങ്ങനെ പ്രശ്നം പരിഹരിക്കാം, ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്ന വലിയ ചർച്ചകളാണ് CPM-ന്റെ നേതൃത്വത്തിൽ പൊതുവിൽ ഇപ്പോൾ ഉയരുന്നത്. ഭവ്യ, തീർച്ചയായും എന്തായാലും ഈ സമ്മേളന കാലത്ത് പ്രശ്നപരിഹാരത്തിനായി പ്രത്യേകിച്ചും MV ഗോവിന്ദന്റെ ഭാഷ കടമെടുത്താൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പരിഹരിക്കാനായി ജില്ലതോറും ഓടി നടക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി എന്ന കാര്യത്തിൽ സംശയമില്ല. VV അരുണാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.